എന്നിട്ട് പെട്ടെന്ന് അവിടെ തിരിഞ്ഞുകൊണ്ട് നെഞ്ചുവേദന വന്നിട്ട് ഞാൻ പറയാം ഫ്രണ്ടിൽ വന്നിട്ട് ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ ഒഴുക്കും ഒഴി പിന്നെ ഛർദ്ദിക്കും അങ്ങോട്ട് ചോര. മമ്മൂക്ക ഇത്രയൊക്കെ തെളിയിച്ച് ഇനിയിപ്പോൾ എന്താ നമുക്ക് കാണിക്കാനുള്ളത്? അങ്ങനെയുള്ള ഒരാൾ ഇപ്പോഴും എന്ത് ചെയ്യാൻ പറ്റും പുതിയത് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ആലോചിക്കുമ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന പണിയൊന്നും പോരാ. താടിയൊക്കെ പഠിച്ചൊരു പടം ചെയ്തു. അതെ, അഭിനയത്തിന് എന്തെങ്കിലും പുതുമ വേണ്ട, താടി പഠിച്ച് അഭിനയിക്കാൻ പറ്റും. കേരള ഫയൽ തന്നെ വെബ് സീരീസിന് വേണ്ടിയാണ് ആദ്യം താടി ചെറുതാക്കി കുറ്റിയാക്കി. അതിൽ ഇത്തിരി ഡ്രഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ, ഡ്രഗ് കഞ്ചാവും ഒക്കെ വലിക്കുന്ന പ്രത്യേക ടൈപ്പാണ്. ജിംഖാന എന്താ പരിപാടി? സ്പോർട്സ് ജേർണലിൽ വരുന്നതാണ്. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു അമേച്ചർ ബോക്സിംഗ്. നീല പൊങ്കലായേലാ ഒരു പ്രൊമോ മെറ്റീരിയലോട് തന്നെ വലിയ ശ്രദ്ധ നേടിയ സിനിമയാണ് ടർക്കിഷ് തർക്കം. സിനിമയെ പറ്റി സംസാരിക്കാൻ ഹരിശ്രീ അശോകൻ ചേട്ടൻ, ലുക്മാൻ, ശ്രീരേഖ, ജോളി ചെറിയത്ത് എന്നിവർ ചേരുന്നു. നമസ്കാരം. നമസ്കാരം. ആൻഡ് ഒരു സ്ഥലം, അവിടെ നടക്കുന്ന സംഭവങ്ങൾ, അതും ഒരു പുതുമയുള്ള കാര്യമാണല്ലോ. മലയാള സിനിമയ്ക്ക് എപ്പോഴും അങ്ങനത്തെ കഥകളും കാര്യങ്ങളൊക്കെ വലിയ രീതിയിൽ വർക്ക് ഔട്ട് ആയിട്ടുണ്ട്. ഒരു സ്ഥലത്ത് ചെയ്യാൻ പറ്റാവുന്നതിന്റെ മാക്സിമം അത് വർക്ക് ആക്കിയിട്ടുള്ളൊരു അതൊരു സ്ഥലത്ത് നടക്കുന്ന കഥ തന്നെയാണ്. ഒരു നാട്ടിൽ നടക്കുന്ന ഒരു സംഭവത്തെ ബന്ധപ്പെട്ടുണ്ടാവുന്നതാണ് ഈ സിനിമ കംപ്ലീറ്റ് ആയിട്ട് പോകുന്നത്. പക്ഷെ ഒരു ത്രില്ലറും എല്ലാം കൂടി, എല്ലാ എലമെന്റ്സും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. നമ്മളങ്ങനെ ഇപ്പം നമ്മൾ എല്ലാ സിനിമേനെ പറയുമെങ്കിലും ഇപ്പോൾ നമ്മൾ കണ്ട് ശീലിച്ചിട്ടില്ലാത്ത അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര പുതുമ തോന്നുന്ന സിനിമ ആണ് നമ്മളെല്ലാം പറയുമെങ്കിലും ഈ സിനിമയുടെ ഏറ്റവും കോറ് നമുക്ക് ഫസ്റ്റ് കേട്ടപ്പോൾ തന്നെ ഏറ്റവും അടിപൊളിയായിട്ട് തോന്നിയത് ഇതിൻ്റെ കണ്ടന്റ് തന്നെയായിരുന്നു. അതിൻ്റെ ആ കണ്ടന്റാണ് ഈ സിനിമയുടെ ഹീറോ, അല്ലെങ്കിൽ കണ്ടന്റാണ് ഈ സിനിമയെ ലീഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ സിനിമയ്ക്കുള്ള ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ വരും എങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും 22-ാം തീയതി അറിയാം. ചേട്ടാ, ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്ന സിനിമകളിലൊക്കെ തന്നെ കോമൺ ആയിട്ട് പണ്ടത്തെ സിനിമകളിൽ നിന്ന് നേരെ വിപരീതമായിട്ടുള്ളത് അശോകൻ ചേട്ടന്റെ അവശതയാണ്. തമാശയിൽ ഒരു കൈൻഡ് ഓഫ് അവശതയുണ്ട്, മിനൻമുരുടെ ഒരു കൈൻഡ് ഓഫ് അവശതയുണ്ട്, ടർക്കിഷ് തർക്കത്തിൽ കാണുമ്പോൾ ഒരു അവശതയുണ്ട്. അത് കഥാപാത്രവുമായി ബന്ധപ്പെട്ടിട്ട് വരുന്നതാണ്. പക്ഷെ മൂന്ന് ലെവലിലാണ് നിൽക്കുന്നത്. പണ്ട് ഒരുപാട് എനർജിയിൽ നിന്ന് ഒരാൾ ഇപ്പോൾ ചെയ്യുന്നതിന് ഈ അവശത എന്നുള്ള എലമെന്റ് വരുന്നത് ഒബ്സർവ് ചെയ്യാറുണ്ടോ? ഇപ്പൊ ഞാൻ അവശതയുള്ള ക്യാരക്ടർ ചെയ്യുന്നുള്ളൂ. അവശ കലാകാരൻ. കാരണം നമുക്ക് തരുന്നതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളെ വിളിക്കാന്നിട്ട് കുറേ സിനിമകൾ ഇപ്പൊ നിങ്ങൾ പറഞ്ഞു പണ്ട് ഒരു എനർജി ഉണ്ടായിരുന്നു, ആ എനർജിക്ക് ഇപ്പോഴും ഉണ്ട്. ആ എനർജിയുള്ള സബ്ജക്റ്റ് വരുന്നില്ല. പഴയുള്ള തമാശയുള്ള ഒരു സിനിമകൾ, അല്ലെങ്കിൽ പഴയ പോലെ തമാശ വേണ്ട, തമാശയുള്ള ഏതെങ്കിലും ഒരു സിനിമ ഒരു കഥ പറയാൻ അല്ലെങ്കിൽ ഒരു പടം അഭിനയിക്കുന്നത് കൊതിയാണ്. നമുക്ക് കിട്ടുന്നില്ല. കുറേ കഥകൾ കേൾക്കുന്നുണ്ട്, പക്ഷെ ഒന്നും നല്ല സംഭവങ്ങളല്ല. പിന്നെ നമ്മളൊന്നും ചെയ്യാതിരുന്നാൽ നമ്മളെ കാണൂല ആൾക്കാർ. പണ്ട് മമ്മൂക്ക പറഞ്ഞ പോലെ, മമ്മൂക്കയും പറഞ്ഞു, ഡയറക്ടർ ജയരാജ്, പിന്നെ ഷാജി കിലാസ്, അങ്ങനെ അവരൊക്കെ കുറേ പേര് പറഞ്ഞത് അശോകനൊന്നും പെട്ടെന്ന് ഔട്ടാവില്ല. ഞാൻ എന്നെ തന്നെ പറഞ്ഞത് ശരിയല്ല. കാരണം ഒരു പഞ്ചാബി ദിവസം സിനിമ നിന്റെ കിടപ്പുണ്ട്, അതുകൊണ്ട് എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ പോലെ നമുക്ക് ചെയ്യാൻ കഴിവുണ്ട്, നല്ല സബ്ജക്റ്റുകൾ വരുന്നില്ല. ഇപ്പം ഇതിലിപ്പോൾ കുറേ ഇത്തിരി ഏജ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ് കൂടുതലും ചെയ്തേക്കുന്നത്. കുറേ പടങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 7 പടം ഇനി ഇറങ്ങാനുണ്ട്. ഗംഭീര വർക്കുകൾ മറ്റ് പലതും. ഗംഭീരം നമുക്ക് പറയാൻ പറ്റില്ല, അതൊക്കെ പ്രവർത്തകർക്ക് ഞാൻ മനസ്സിലാക്കിയത് ഗംഭീരമാണെന്നാണ്. ഇതുവരെ ചെയ്യാത്ത കാര്യങ്ങൾ തന്നെ ചെയ്തേക്കുന്നത്. ചെയ്യാൻ പോകുന്നതും ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള സബ്ജക്റ്റുകളാണ്. സിനിമ അല്ലാത്തതിലും ചില കാര്യങ്ങളിലൊക്കെ ഗംഭീരമായിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്തു എന്ന് അറിയുന്നു. സിനിമ അല്ലാത്ത മറ്റേ ഇതില് വെബ് സീരീസിലല്ലേ ഒരു നല്ല ക്യാരക്ടറാണ് ഇപ്പൊ ചെയ്തത്. ഇവന്റെ ചേട്ടനൊക്കെ ഭയങ്കര പ്രതീക്ഷയിലാണ് പറയുന്നത്. അത് ഇതുവരെ ശ്രീഹർഷൻ ചേട്ടനെ കാണാത്തൊരു രീതിയിൽ ഭാവത്തിൽ കാണാൻ പറ്റുന്നു എന്നൊക്കെ നമ്മൾ അറിയുന്നു. താടിയൊക്കെ പഠിച്ചൊരു പടം ചെയ്തു. അതെ, അതിനോട് പറഞ്ഞാണ് ഞാൻ എന്തൊക്കെയാണ് അഭിനയത്തിന് എന്തെങ്കിലും പുതുമ വേണ്ട, താടി പഠിച്ച് അഭിനയിക്കാന്ന് വെച്ചു. അച്ഛന്റെ എന്തൊക്കെയാണ് പുതിയ പദ്ധതികൾ എന്ന് പറഞ്ഞപ്പോ അച്ഛൻ താടി പഠിച്ചിട്ട് പോലീസ് ഓഫീസർ ആയിട്ടോ. പോലീസ് ഓഫീസർ. സൗബിന്റെ പടം പാതിരാത്രി, അതില് കുറെ മീശ നീട്ടി വളർത്തി. കേരള ഫയൽ തന്നെ പടത്തിന് വേണ്ടി, വെബ് സീരീസിന് വേണ്ടിയാണ് ആദ്യം താടി ചെറുതാക്കി കുറ്റിയാക്കി. അതിൽ ഇത്തിരി ഡ്രഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ, ഡ്രഗ് കഞ്ചാവും ഒക്കെ വലിക്കുന്ന പ്രത്യേക ടൈപ്പാണ്. അപ്പം അതിനുവേണ്ടി ചെയ്ത പിന്നെ താടി പിടിച്ചിട്ട് രത്തീന പറഞ്ഞ് പോലീസ് സ്റ്റേഷൻ ചെയ്യണമെങ്കിൽ താടി ചെയ്യാൻ പറ്റുമെന്ന്. ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം മീശ കുറച്ച് കൂടുതൽ വളർത്തിയിട്ട് ചെയ്തു. പക്ഷെ ഇതിൽ നമ്മുടെ പഴയ ഒരു അപ്പിയറൻസ് തന്നെയാണ്. പക്ഷെ എനിക്ക് മനസ്സിലാണെങ്കിൽ കുറേ ക്യാരക്ടേഴ്സ് കിട്ടിയെന്ന് പറഞ്ഞതിൽ ഒന്നാണ് ടർക്കിഷ് തർക്കത്തിൻ്റെ. പിന്നെ നേരത്തെ ലുക്മാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ എലിമെൻ്റാണ് സൂപ്പർ, കണ്ടന്റ് സൂപ്പർ സാധനമാണ്, ഭയങ്കര ഡെപ്തുള്ളൊരു സംഭവമാണ്. നടന്മാർ ഇപ്പോഴും നിസ്സഹായരാണെന്ന് പറയുമല്ലോ. നമുക്ക് ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്, വരുന്നതിൽ നിന്ന് ചൂസ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ വെയിലിന് ശേഷം അല്ലെങ്കിൽ ഡിയർ പാപ്പിക്ക് ശേഷം വരുന്നതിൽ നിന്ന് നല്ലത് ചൂസ് ചെയ്യുക തന്നെയാണ് എപ്പോഴും സ്ട്രാറ്റജി.
അങ്ങനെയില്ല, വരുന്നതിനെ നല്ലതാക്കുക എന്നുള്ളതാണ് സ്ട്രാറ്റജി. കാരണം അങ്ങനെ ചെയ്യുന്നതും കൂടിയാണ്. നമ്മൾ ആർട്ടിസ്റ്റുകൾ എപ്പോഴും ബൗണ്ടഡ് ആണെന്ന് പറയുന്നതിനോട് എനിക്കറിയില്ല, പക്ഷേ കിട്ടുന്നതിനെ എങ്ങനെ ബെറ്റർ ആക്കാം എന്നായിരിക്കും എനിക്ക് തോന്നുന്നു ഓരോ ആർട്ടിസ്റ്റുകളും ചിന്തിക്കുക. നമുക്ക് വളരെ പരിമിതമായിട്ടുള്ള ഒരു ഗ്രൗണ്ട് സ്പേസ് ആയിരിക്കും കിട്ടുന്നത്. ആ ഗ്രൗണ്ട് സ്പേസ് നമ്മുടേതാണ് എന്നുള്ളത് വിശ്വസിച്ചിട്ട് അതിന് നമ്മുടേതാക്കി എടുക്കുമ്പോഴാണ് അത് ബെറ്റർ ആക്കാൻ പറ്റുന്നത്. അത് എന്നെക്കാളും കൂടുതൽ പറയാൻ പറ്റുന്നത് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും. ഞാൻ അങ്ങനെയാണ് ശ്രമിക്കുന്നത്. ഇതിലും ഞാൻ ഉമ്മേട്ടോ, ലുക്കുവിന്റെ ഉമ്മയാണ്. പിന്നെ ഒരു പടത്തിൽ എന്റെ ഭാര്യയാണ്, ഈ പടത്തില് വേറൊരു പടത്തിൽ ഇത് എന്റെ ഭാര്യ. ഈ പടത്തില് പറഞ്ഞ ജോർജ് ചേച്ചി, ഈ ഡയറക്ഷനിലൊക്കെ ഒരു സെൻസ് ഉണ്ടല്ലോ. അതുകൊണ്ട് ഇപ്പൊ ഒരു പടത്തിന്റെ സബ്ജക്ട് പറയുമ്പോഴേക്കും അതിന്റെ ടോട്ടാലിറ്റി എങ്ങനെയായിരിക്കും, ഇത് ഞാൻ ചെയ്താൽ നന്നായിരിക്കും, ഇവിടെ ഇത് ഈ ക്യാരക്ടർ പ്ലേസ്മെന്റ് ഓക്കെ ആയിരിക്കും, അങ്ങനെയുള്ള ജഡ്ജ്മെന്റ് ഒക്കെ ഉണ്ടോ? എനിക്ക് സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ അങ്ങനെ ജഡ്ജ് ചെയ്തിട്ട് ക്യാരക്ടർ എടുക്കാനുള്ള സ്പേസ് ഞങ്ങൾ ഇതുപോലത്തെ സപ്പോർട്ടിങ് ആക്ടേഴ്സിന് ഇല്ല എന്ന് തന്നെ ഞാൻ പറയേണ്ടി വരും. അപ്പോൾ വരുന്നത്, ഇപ്പോൾ നേരത്തെ ശ്രീരാഗ് പറഞ്ഞതുപോലെ വരുന്നതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയും അതിനെ എത്രത്തോളം മെച്ചപ്പെടുത്താം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. പിന്നെ ഈ കഥ മൊത്തത്തിൽ കേട്ടപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു മലയാള സിനിമയിൽ, എനിക്ക് വേറെ ഭാഷാ ചിത്രങ്ങൾ അറിയില്ല, മലയാള സിനിമയിൽ ഇതൊരു പുതിയ കണ്ടന്റ് തന്നെയാണ്. ഇങ്ങനെ ഈ ഒരു കഥ പറഞ്ഞിട്ടില്ല ഇതുവരെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു. ഓ, ഇത് എങ്ങനെയായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു കൗതുകം മനസ്സിലുണ്ട്. ഞാൻ പിന്നെ ഈ ത്രൂ ഔട്ടുള്ള ഒരു ക്യാരക്ടറല്ല, അതിലൊരു പോർഷനിൽ വരുന്നതാണ്. പക്ഷെ അപ്പോൾ പോലും നമ്മളോട് കഥ മൊത്തത്തിൽ പറയുമല്ലോ. അപ്പോൾ അത് എങ്ങനെയാണ് നവാസ് ചെയ്തിട്ടുള്ളത് എന്ന് അറിയാൻ തന്നെയാണ് ഞാനും ഒരു പ്രേക്ഷകനെ പോലെ കാത്തിരിക്കുന്നത്. കാരണം ത്രൂ ഔട്ട് ജേണിയിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരുപാട് എഫേർട്ട് എടുത്തിട്ടും എല്ലാവരും എഫേർട്ട് എടുത്തിട്ട് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ നവാസിൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് അവനൊരു എക്സ്ട്രാ ഓർഡിനറിലി എഫേർട്ട് എടുത്തിട്ട് ഈ പടത്തുമ്മ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതാണെന്ന് വെച്ചാൽ ഇതിലൊരു ഗ്രാമം മൊത്തം ഉണ്ട്. ഇതെന്ന് പറഞ്ഞാൽ അതെ അതെ. അപ്പം നമ്മളൊരു ഗ്രാമം, അതിൽ പല ലെയറിലുള്ള മനുഷ്യന്മാർ, പല വിശ്വാസധാരകൾ, ഇതിൻ്റെയൊക്കെ ഒരു കൾമിനേഷനാണ്. ഭയങ്കരമായിട്ട് നമുക്കത് അതിൻ്റെ ഒരു പൾസ് ഫീൽ ചെയ്യും. നമുക്ക് എങ്ങനെയാണ് മനുഷ്യന്മാർ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഇമോഷണലി ഇതായി പോകുന്നത്, അങ്ങനെ പല ലെയറും ഉണ്ട്. അതേസമയം ഒരു ഗ്രാമത്തിൻ്റെ മൊത്തം പൾസ് ഉണ്ട്. അപ്പോൾ അതാണ് എനിക്ക് തോന്നുന്നത് അതൊരു പുതുമയായിരിക്കും. കാരണം ഇപ്പം നമ്മൾ അങ്ങനെ കാണുന്നില്ലല്ലോ, കുറച്ച് കഥാപാത്രങ്ങളും ഒരു ത്രെഡും പിടിച്ചു പോകുന്നത്. ഇത് അങ്ങനെയല്ല, മൊത്തം ഒരു വൈബ്രന്റ് ആയിട്ടുള്ള ഒരു ലോകത്ത് നടക്കുന്ന ഒരു കാര്യമാണ് അത്. ചേച്ചി പറഞ്ഞ പോലെ ഈ കണ്ടന്റ് കേട്ടപ്പോൾ ഇത് എങ്ങനെയായിരിക്കും എക്സിക്യൂട്ട് ചെയ്യാന്നുള്ളത് ഭയങ്കര ക്യൂരിയസ് ആണ് നമ്മളൊക്കെ അതിൽ. ഇതെങ്ങനെയായിരിക്കും നമ്മൾ സ്ക്രീനിൽ കാണുക എന്നുള്ളത്. ഓരോ ദിവസം നമ്മൾ രാവിലെ വരുമ്പോഴേ സീൻ എടുക്കുമ്പോൾ ഭയങ്കര ത്രില്ലാണ്. രാവിലെ വരുമ്പോ തന്നെ ഇന്ന സീനാന്ന് നമുക്ക് തലേദിവസം പറയുമെങ്കിൽ തന്നെ അത് ചെയ്യാൻ ഭയങ്കര മൂഡായിരുന്നു. കാരണം ഒരു വിഷയത്തെ പിടിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ നമുക്കറിയാം എവിടെയെങ്കിലും ഡ്രോപ്പ് ആവും അങ്ങനെ നമുക്ക് തോന്നിയിട്ടേ ഇല്ല. ഓരോ സീൻ എടുക്കുമ്പോഴും നമുക്ക് ഇങ്ങനെ ഭയങ്കര മൂഡായിരുന്നു. ഇതിനകത്ത് ഇപ്പൊ വെർബൽ വയലൻസ് ആണോ കൂടുതൽ, അതോ ശരിക്കും പ്രാക്ടിക്കലുള്ള വയലൻസ് ആണോ? ഏത് വയലൻസ് ആണ് കൂടുതൽ? അല്ല, വയലൻസ് എന്നുള്ളതിന്റെ അപ്പുറം അങ്ങനെ ഒരു വയലൻസ് പരിപാടി അല്ല. ഒരു കടന്നിട്ടുള്ള വയലൻസ് ഒന്നും ഇല്ല സിനിമ. ഇമോഷണലി ഉള്ള ഒരു ഔട്ട് ബേസ്റ്റുകളാണ് അത്. അല്ലാണ്ട് വയലൻസ് എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ വൈകാരികമായിട്ട് പ്രതികരിക്കൂലേ, അപ്പൊ എങ്ങനെയായിരിക്കും മനുഷ്യന്മാര് പെരുമാറുക? തർക്കം എന്ന് പറയുമ്പോ തന്നെ തർക്കം പല രീതിയിലുണ്ടല്ലോ, അതിന്റെ പല വേർഷൻസ് ഉണ്ടല്ലോ. ഇത് വളരെ സ്വാഭാവികമായിട്ടൊരു നാട്ടിൽ സംഭവിച്ച ഒരു കാര്യം, മനുഷ്യന്മാർക്കൊക്കെ സംഭവിക്കുന്ന ഒരു കാര്യം സംഭവിച്ചപ്പോൾ അതിലുണ്ടായ ഒരു അസ്വാഭാവികതയിൽ ഉണ്ടാവുന്ന ഒരു ഫാന്റസി എലമെന്റും ഉണ്ട്. ഒരു ഫാന്റസി എലമെന്റും സിനിമയ്ക്കുണ്ട്. പക്ഷെ ഫാന്റസിക്ക് അപ്പുറം അതിനകത്ത് സയൻസ് ഉണ്ട്. റിയൽ ഇൻസിഡന്റുമായിട്ട് ബന്ധമുണ്ടോ വെച്ചാൽ അതുണ്ട്. രണ്ട് വിഭാഗമായിട്ട് മാറുന്നുണ്ട് അവിടെ. രണ്ട് ഗ്യാങ് ആയിട്ട് മാറിയിട്ട് ഇവര് തമ്മിൽ തർക്കമാണ് ഇതിന്റെ അത് മെയിനായിട്ട് നടക്കുന്നത്. പക്ഷെ ആ തർക്കം ഒരു പിടി പോലും നമ്മളൊരു പോയിന്റ് പോലും താരെ ഡ്രോപ്പ് ആവാതെ ഇങ്ങനെ പിടിച്ചാണ് ചെയ്തേക്കുന്നത്. പണ്ട് ഈ 30 മിനിറ്റിനൊക്കെ ദൈർഘ്യമുള്ള നാടകങ്ങൾക്കൊക്കെ ഉള്ള ഒരു പ്രത്യേകത ഉണ്ടാവും. ചിലപ്പോൾ എല്ലാ ക്യാരക്ടേഴ്സിനും ഡയലോഗ്, എല്ലാ ക്യാരക്ടേഴ്സിനും സ്പേസ്, എല്ലാവരും ഒരു പോയിന്റിലോട്ട് എത്തുന്നു. ഇപ്പൊ ഒരു നായക നടൻ എന്നുള്ള രീതിയിൽ തെരഞ്ഞെടുപ്പുകൾ എങ്ങനെയാണ്? ഇപ്പൊ നമ്മൾ ഓരോരുത്തരെ കാണുന്നുണ്ടല്ലോ. നെസ്ലിനൊക്കെ പ്രേമലുവിന് ശേഷം അടുത്ത ഒരു ആക്ഷൻ സ്പെക്ടക്കിളിലേക്കൊക്കെ പോകാൻ വേണ്ടി ജിൻഗാന ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ അടുത്ത സിനിമകളൊക്കെ ആ വിധത്തിലാണ് അലൈൻ ആയിട്ടുള്ളത്. എല്ലാവരും അങ്ങനെയാണ് അവരെ നോക്കിക്കാണുന്നതും. ഇപ്പം അർജുൻ ചേട്ടന്റെ ലൈനപ്പുകൾ അത് അദ്ദേഹത്തിന് ഫേവർ ആവുന്ന കോമിക് സ്പേസിലാണ് കുറെയൊക്കെ ചെയ്ത് വെച്ചിട്ടുള്ളത്. ലുക്ക് ഇപ്പൊ എന്താ നോക്കുന്നത്? ഞാൻ എപ്പോഴും അങ്ങനെ നായകൻ പരിപാടിന്റെ അപ്പുറം സിനിമ എങ്ങനെ, ഇപ്പൊ നമ്മളൊരു സബ്ജക്ട് പറഞ്ഞാൽ
ആ സിനിമ ടോട്ടൽ എങ്ങനെയുണ്ട് എന്നുള്ളതാണ് നോക്കുക. അതിൽ എൻ്റെ സ്പേസ് എത്രത്തോളം ഉണ്ടെന്നൊക്കെ ഞാൻ പിന്നെ രണ്ടാമതായിരിക്കും നമ്മൾ ആലോചിക്കും. മൊത്തത്തിൽ നമുക്ക് ആ സിനിമ കണ്ടിട്ട് നമുക്ക് എത്ര ത്രില്ല് ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളത് തന്നെയാണ്. പിന്നെ ഇനി ഇങ്ങനെ പോവാം അങ്ങനെയൊന്നും എനിക്ക് തോന്നുന്നില്ല. ഞാനങ്ങനെ പ്ലാൻ ചെയ്യണ്ടോ എന്നൊന്നും അറിയില്ല. ഇത് നമ്മൾ ഇന്നർ പരിപാടിയിൽ ചിലപ്പോൾ പ്ലാനിങ് നടക്കുന്നുണ്ടാവും. നമ്മളറിയാതെ തന്നെ നമ്മളെന്തായാലും നമ്മളൊരു കരിയർ പരിപാടി ഇങ്ങനെ പ്ലാൻ ചെയ്യുമല്ലോ. അങ്ങനെ ഫോഴ്സ്ഫുള്ളി ഞാൻ ഇനി ഇങ്ങനത്തെ ലൈൻ പിടിക്കാം അങ്ങനെയൊന്നും ഉണ്ടാവുന്നില്ല. എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ചുറ്റുള്ളവർ ഉണ്ടാക്കുന്ന സിനിമകൾ എന്ന് പറയുന്നത് എൻ്റെ ചുറ്റുള്ളവർ തന്നെയാണ് എൻ്റെ സ്ട്രോങ് ഇതെന്ന് പറയുന്നത്. അവർ ഒക്കെ ഒപ്പമുള്ളത് കൊണ്ട് തന്നെയാണ് എനിക്കിങ്ങനെ കുറേ നല്ല സിനിമകൾ ഉണ്ടാവുന്നത്. ഇതൊന്നും നമുക്ക് നേരത്തെ ഫിക്സ് ചെയ്യാൻ പറ്റില്ലല്ലോ ഇത്. പക്ഷെ ആ നല്ല സിനിമകൾ ഉണ്ടായത് അതിൻ്റെ മേക്കേഴ്സ് ഒപ്പം ഉണ്ടായി എന്നുള്ളത് തന്നെയാണ്. ഇപ്പോഴും മൂസിനോ അല്ലെങ്കിൽ ഗാലിദ് ബ്രദേഴ്സ് ഒക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഒരു ഫോൺ കോളിനപ്പുറം ആ സിനിമയിൽ പോയി അങ്ങ് ജോയിൻ ചെയ്യാൻ ഉറപ്പായിട്ടും കാരണം അവർ അത്രയും അടിപൊളി അവർ തെളിയിച്ച ആളുകളാണല്ലോ. ഇപ്പം ജിംഖാനയിൽ ഞാൻ നെസ്ലിൻ്റെ കൂടെ ഞാനുണ്ട്, ഞങ്ങൾ ഗണപതി ഉണ്ട്, അത് ഒക്കെ റഹ്മാൻ്റെ പടത്തിൽ ചെയ്യുന്നുണ്ട്. ഇപ്പം അടുത്ത പടം മുഹാഷിൻ്റെ പടമാണ് ഇപ്പോൾ കഴിഞ്ഞത്. നമ്മുടെ ഇതൊക്കെ കഠിന കടോരം ചെയ്തത്. ഈ ജിംഖാന എന്താ പരിപാടി? നല്ല പരിപാടിയാണ്. അല്ല അതാണ് വലിയ പരിപാടിയാണ്. പക്ഷെ അത് പതിയെ നെക്സ്റ്റ് ഇയർ ഒക്കെ ഉള്ളു റിലീസ്. പ്രോപ്പർ ഒരു സ്പോർട്സ് ജോണറിൽ വരുന്ന ഒരു സിനിമയും കൂടി ആയിരിക്കും. സ്പോർട്സ് ജോണറിൽ വരുന്നതാണ്. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ബോക്സിംഗ് ഒരു അമേച്ചർ ബോക്സിംഗ് ഒരു സിനിമ ഉണ്ട്. അശ്വൻ ചേട്ടാ, ഞാൻ പണ്ടത്തെ അഭിമുഖങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. അതായത് അശ്വൻ ചേട്ടൻ ഒരുപാട് ഇങ്ങനെ വാക്കുവാദങ്ങൾക്കും തർക്കങ്ങൾക്കൊക്കെ മധ്യസ്ഥത വഹിക്കുകയും അത് രമ്യതയിലെത്തിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ് എന്നുള്ളത്. അപ്പോൾ ഈ പണ്ട് തൊട്ട് ഈ പ്രായത്തിൽ കവിഞ്ഞൊരു പക്വത ഉണ്ടായിരുന്നു. ഇപ്പം ആദ്യമായി കിട്ടിയ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, അതായത് അതൊരു ലൈൻമാൻ്റെ ജോലിയായിരുന്നു. അപ്പം ടെലികോമിൽ അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൂടുതൽ ആളുകളെല്ലാം പഠിക്കാൻ പോവുകയാണ്. അപ്പം സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഒരു യുവാവിന് അങ്ങനെ ഒരു ചിന്തയുണ്ടാവും, ബാക്കിയുള്ളവർ പഠിക്കാൻ പോവല്ലേ, പക്ഷെ ഞാൻ ഈ പണി എടുക്കുകയാണല്ലോ. പക്ഷെ അശ്വൻ ചേട്ടൻ ചിന്തിച്ചത് വേറൊരു രീതിയിലാണ്. എനിക്ക് പണി കിട്ടിയല്ലോ, അവരിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ, പിന്നെയാണ് ചിന്തിച്ചത് അല്ലേ? ഞാൻ SLC പാസ്സായ ഉടനെ തുടർന്ന് പഠിക്കണം എന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. പഠിക്കുക എന്നുള്ള ആഗ്രഹം ആദ്യം ഉണ്ടാകാൻ കാരണം എന്താ വെച്ചാൽ, ഒന്നുമല്ല, മോണോ ആക്ട് അല്ലെങ്കിൽ മിമിക്രിയൊക്കെ ഉണ്ടായിട്ടില്ല. അന്ന് മോണോ ആക്ടിന് യൂണിവേഴ്സിറ്റി വിന്നറാണ്. അതാണ് പഠിക്കാൻ പോകണമെന്നുള്ള ആഗ്രഹം. കോളേജിൽ പോയാലല്ലേ അതിന് പങ്കെടുക്കാൻ പറ്റുള്ളൂ. അപ്പം യൂണിവേഴ്സിറ്റി വിന്നറായാലാണ് അത് നല്ലൊരു കലാകാരനാകുള്ളൂ എന്ന് അന്നൊരു തോന്നലുണ്ടായിരുന്നു. അല്ല, തോന്നലുണ്ട്, വെറുതെ പറയണ. യൂണിവേഴ്സിറ്റി വിന്നർ കുറേ പേരെ ഞാൻ കണ്ടാണ് പിന്നീട്. അപ്പം ഞാനിത് പോകാൻ പറ്റാതെ, വീട്ടിലെ ബുദ്ധിമുട്ട് കാരണം പോകാൻ പറ്റാതെ നമ്മൾ എറണാകുളത്ത് തന്നെ കുഴിയെടുത്ത് കേബിൾ ഇടുന്ന തുടങ്ങി 77 തന്നെ. അപ്പം എൻ്റെ കൂടെ പഠിച്ച പിള്ളേരൊക്കെ കോളേജിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് ഞാൻ ഈ ട്രെഞ്ചിൻ്റെ അടുത്ത് ഇറങ്ങിയിരിക്കും, കോരുന്ന പോലെയൊക്കെ അവർ ഉപയോഗിക്കുമ്പോഴൊക്കെ എഴുന്നേക്കുന്നത്. പിന്നെ സ്കൂൾ വിടുന്ന സമയത്ത് അല്ലെങ്കിൽ കോളേജ് വിടുന്ന സമയത്ത് ഞാൻ വീണ്ടും ഇതിനകത്ത് ഇറങ്ങും. അപ്പം അങ്ങനെ കുറേ കല. അങ്ങനെ ജോസഫ് തന്നെ എൻ്റെ ഒരു കൂട്ടുകാരൻ എന്നെ കണ്ടുപിടിച്ചു. എടാ, ഇതിന് അശോകൻ എന്താ ഇങ്ങനെ ഓടി വന്നിട്ടില്ല. അപ്പം തോർത്ത് കെട്ടിയിട്ടുണ്ടായിരുന്നു, അതും കണ്ടുപിടിച്ചു തന്നിട്ട്. എന്താ എനിക്ക് ജോലി? എടാ, ഇത് കണ്ടാ അവരും ജോലിയാടാ, നമുക്ക് ഞങ്ങൾക്ക് ഇനി എന്നാ ജോലിയാ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ബോധം വന്നത്. കാരണം ഞാനൊരു ജോലി ചെയ്യല്ലേ, ഞാൻ തോർത്ത് അന്ന് ഊരി ഞാൻ. എന്നിട്ട് ഞാനങ്ങോട്ട് അപ്പം അന്ന് ജോലി ആയതുകൊണ്ട് മാത്രമാണ് നമുക്ക് നിവർന്ന് നിൽക്കാനായിട്ടൊരു കാര്യം ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ ടെലികോമിൽ ജോലി ചെയ്യുന്ന ആളാണ്, ഞാൻ ടെലികോം ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഒരാളാണ്. പിന്നീട് അന്നും ഈ മോണാക്ട് മത്സരത്തിന് മിമിക്രി വന്ന് മിമിക്രിക്ക് പോയി. ഇപ്പം ഇത് ഇവിടെ പറയേണ്ട കാര്യമല്ല, എന്നാലും ഞാൻ പറയാൻ ചോദിച്ചുകൊണ്ട് പറഞ്ഞാണ്. അത്തച്ചമയം തന്നെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ പരിപാടിക്ക് ഞാൻ ഭയങ്കര പേടിയാണ്. MG സോമൻ സാറ്, പിന്നെ ജയൻ, ഇവരൊക്കെയാണ് പ്രൈസ് കൊടുക്കുന്നത്. ഭയങ്കര വലിയ പരിപാടിയായിട്ട് തന്നെയാണ് അത് നടക്കുന്നത്. നമ്മൾ പേടി എനിക്ക് അവിടെ പങ്കെടുക്കാനായിട്ട്. അപ്പോൾ ചന്ദ്രൻ തന്നെ എൻ്റെ ഒരു കൂട്ടുകാരൻ തൃപ്പൂണിത്ത് പറയുന്നത്, അവൻ പറഞ്ഞു ഞാൻ പേര് കൊടുത്തിട്ടുണ്ട് ഈ പ്രശ്നം. അയ്യോ, ഞാനില്ല, പറ്റില്ല എന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ പങ്കെടുത്തു. അവിടെയും ചെറിയ കൊനിഷ്ടം ഉണ്ടായി. കാരണം അവിടെ സ്ഥിരം മേടിച്ചുകൊണ്ടിരുന്ന ഒരുത്തൻ വന്നിട്ട് എന്നോട് ചോദിച്ചു എന്താ ചെയ്യാനെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ നവരസങ്ങളാണ് കാണിക്കുന്നത്. അവൻ അതിനു മുമ്പ് ഒരു നവരസങ്ങൾ കാണിച്ചു. ഞാൻ പിന്നെ അവിടെ അപ്പം തന്നെ ഐറ്റം മാറ്റി. ഞാൻ വേറെ ബ്ലഡ് വോമിറ്റ് ചെയ്ത് മരിക്കുമ്പോൾ ഉണ്ടാകുന്ന കുറേ സാധനമൊക്കെ ചെയ്ത് വായിന്ന് ബ്ലഡ് വരുത്തി ഭയങ്കര കയ്യടി ഫസ്റ്റ് എനിക്കായിരുന്നു. അതൊരു ഭയങ്കര ഒരു ഗിമിക്സാണ് സാധനം. വായിലേക്ക് ഒന്നും ഇടുന്നതല്ല, പക്ഷെ ബാക്കിലേക്ക് ഇങ്ങനെ തിരിഞ്ഞൊരു ഫോട്ടോ ഉണ്ട് പുറയിൽ, ഇതെൻ്റെ ഭാര്യയാണ് മരിച്ചു പോയിട്ട് അവളോട് ഞാൻ കരഞ്ഞ് പറയും എന്നൊക്കെ പറഞ്ഞ് വിവരണം കൊടുത്തതിന് ശേഷമാണല്ലോ ഇത് ചെയ്യണത്, സീൻ അഭിനയിക്കണത്. അപ്പം മോൻ വന്ന് ഞാനും മോനും കൂടി തർക്കം ഉണ്ടായി. മോനും ഓടയ്ക്ക് പോവും. ഉടക്കി പോയിക്കും. ഞാൻ വിറ്റേഴ്സ് ചെയ്ത് കണ്ടില്ല, വിളിക്കുന്നൊക്കെ പറഞ്ഞ് ഞാൻ കരഞ്ഞു ഇവിടെ ചെല്ലും. ചെന്നിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് തിരിഞ്ഞുകൊണ്ട് നെഞ്ചുവേന വന്നിട്ട് ഞാൻ വേറെ ഫ്രണ്ടിൽ വന്നിട്ട് ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ ഒഴുക്കും. അപ്പോൾ ഒരു വൈറ്റ് ഷർട്ട് ഇടും അതിന് വേണ്ടിയിട്ട്. ഒഴി പിന്നെ ഛർദ്ദിക്കും അങ്ങോട്ട് ചോര. ഭയങ്കര കയ്യടിയായിരുന്നു. അങ്ങനെ എനിക്ക് ആ കൊല്ലം ഫസ്റ്റ്. പിറ്റേ കൊല്ലം മോണാക്ട് മിമിക്രി ഉണ്ട്, ആ കൊല്ലം എനിക്ക് രണ്ടിനും ഫസ്റ്റ്.
അത് കഴിഞ്ഞ് 3ാമത്തെ കൊല്ലം 2നും എനിക്ക് ഫസ്റ്റ്. അങ്ങനെ ബെസ്റ്റ് ഓഫ് 3 കിട്ടിയത് പിന്നെ 250 രൂപ ക്യാഷ് അവാർഡ് തന്നു എനിക്ക് 3ാമത്തെ കൊല്ലം. 4ാമത്തെ കൊല്ലം ഞാൻ ജഡ്ജായി. സിനിമയിൽ വന്നതിന് ശേഷം അത്തച്ചമ്മ ഞാൻ ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ ഒരു പിന്നെയാണ് സിനിമയിലേക്ക് വന്നത്. ഇൻസ്പയറിംഗ്. അല്ല ഞാൻ ചോദിക്കുന്നത്, പണ്ട് ഇങ്ങനെ ഈ തർക്കങ്ങൾക്കൊക്കെ മധ്യസ്ഥത പറഞ്ഞിരുന്നില്ലേ? അല്ല, എനിക്കെന്താ ഒരാള് അനാവശ്യമായിട്ട് ഒരാളെ വഴക്ക് പറയുന്നതോ നമ്മൾ കേൾക്കും, എന്താ കാര്യം ഇടപെടും, ഒരു ആവശ്യമില്ലാതെ ഇടപെടും, എന്താ പ്രശ്നം എന്താന്ന് ചോദിക്കും, അതെന്താ വിട്ടേക്ക് പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അത് സോൾവ് കഴിഞ്ഞു. പക്ഷെ ചില സമയത്തൊക്കെ നമുക്ക് മിണ്ടാൻ പറ്റാത്ത അവസ്ഥയാണ്, ഞാൻ മിണ്ടാൻ പോകും. കാരണം പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറയും. 10 മണിക്ക് ഞാൻ വരാൻ പറഞ്ഞു, 10:05 ടെൻഷനായിരുന്നു വണ്ടിയിലിരുന്നു. 10:05 ബ്ലോക്ക് ഒരാളും ഇല്ല ഇവിടെ. 2 ക്യാമറമാൻ എന്തിനാ ഞാൻ ഈ 10 മണിക്ക് എത്തിയത്? ശ്രീരേഖ, ഈ കഥാപാത്രങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ ഞാൻ പല നടന്മാരോടും അല്ലെങ്കിൽ നടിമാരോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ ഈ കഥാപാത്രത്തിന് തിരക്കഥയിലോ അല്ലെങ്കിൽ സംവിധായകനോ പറയാത്ത ബാക്ക് സ്റ്റോറി ആലോചിക്കുന്നവരുണ്ട്, കഥാപാത്രത്തിന് കത്തെഴുതുന്നവരുണ്ട്, ഓരോ കഥാപാത്രത്തിന് വേണ്ടി ഓരോ പെർഫ്യൂം ഉപയോഗിക്കുന്ന ടൊവിനോയെ പോലെയുള്ള ആളുകളുണ്ട്. ശ്രീരേഖയ്ക്ക് ഇങ്ങനെ ഒരു തയ്യാറെടുപ്പൊക്കെ ഉണ്ടോ? അത്യാവശ്യം ഇങ്ങനെയുള്ള വലിയ വലിയ തയ്യാറെടുപ്പുകളൊന്നുമില്ല, ചെറിയ രീതിയിലുള്ള തയ്യാറെടുപ്പുകളാണ്. പിന്നെ നമുക്കൊരു മുൻധാരണ ഇല്ലാണ്ട് ഒരിക്കലും ഒരു കഥാപാത്രം ചെയ്യാൻ പറ്റില്ല, ആർക്കും അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിക്കണം. അപ്പോൾ നമുക്കൊരു ധാരണ ഉണ്ടാവും, നമ്മളോട് പറഞ്ഞു തരും. പിന്നെ വിശദമായിട്ട് തന്നെ നമ്മുടെ അടുത്ത് വിളിച്ചപ്പോൾ നവാസ് നേരത്തെ പറഞ്ഞ പോലെ ഫുൾ കഥ നമ്മളോട് പറയുകയാണ്. അപ്പം നമ്മൾ തന്നെ കേൾക്കുമ്പോൾ നമ്മൾ ആ കഥ വിഷ്വലൈസ് ചെയ്യുകയാണ് മനസ്സിൽ. നമ്മൾ അങ്ങനെ ഒരു നാടിൻ്റെയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ടർക്കിഷ് തർക്കം എന്ന് പറയുന്ന ആ സബ്ജക്റ്റിൻ്റെയോ ഭാഗമായി കഴിഞ്ഞു. പിന്നെ നമ്മൾ തന്നെ കുറേ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യും. ഈ കഥാപാത്രത്തിന് നേരത്തെ പറഞ്ഞ പോലെ ഒരു ബാക്ക്ഡ്രോപ്പ് ഉണ്ടാവും, അതിൽ നമ്മൾ ജീവിച്ചു വന്ന സാഹചര്യങ്ങൾ ഉണ്ടാവും. അവിടുന്ന് ചിലപ്പോൾ പഠിത്തത്തിൻ്റെ ചിലപ്പോൾ പഠിക്കുന്ന നല്ല എഡ്യൂക്കേഷൻ ഉള്ള ഒരു ക്യാരക്ടറായിരിക്കാം, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഇല്ലാത്തൊരു ക്യാരക്ടറായിരിക്കാം. ഇതൊക്കെ ചിന്തിച്ച് നമ്മൾ ഒരു ചെറിയൊരു അംശം നമ്മുടെ മനസ്സിലൊരു ക്യാരക്ടറിനെ കുറിച്ച് ഉണ്ടാകും. ബാക്കി നമ്മൾ ലൊക്കേഷന് വന്നു കഴിയുമ്പോൾ ബാക്കിയുള്ള കഥാപാത്രങ്ങൾ അനുസരിച്ച് നമ്മളുമായിട്ട് ഇടപഴകുന്നത്, നമ്മളുമായിട്ടുള്ള സ്നേഹബന്ധം, ആ ഒരു ഡെപ്ത്, നമ്മളുമായിട്ട് എങ്ങനെയാണ്, അടുപ്പത്തിലാണോ ദേഷ്യത്തിലാണോ, ഇതൊക്കെ വരുമ്പോൾ അങ്ങനെ അങ്ങോട്ട് ഒരു സംഭവം അങ്ങോട്ട് വന്നു പോവും. ഇതിൻ്റെ അകത്ത് വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറേ ജൂനിയർ ആർട്ടിസ്റ്റ് പറയാൻ പാടില്ല, കുറേ പേരുണ്ട്. എല്ലാവരും ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഒരു ക്രൗഡ് തന്നെ, എല്ലാവർക്കും ഡയലോഗ് ഉണ്ട്. അവര് അതുകൊണ്ട് വെറുതെ തൂണടിച്ചിരിക്കുന്ന ആൾക്കാരില്ല. എല്ലാവരും ഞാൻ ചിലരൊക്കെ പോയി ഷെയ്ക്ക് ഹാൻഡ് ചെയ്തിട്ടുണ്ട്, നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും ഈ സ്റ്റേജിലൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ ഓഡിയോ ലോഞ്ചിനൊക്കെ. മിമിക്രിയാണ്. അയ്യോ, ഞാൻ ഇപ്പഴാണ് കേൾക്കണം. ആ രഹസ്യം ഞാൻ ലൊക്കേഷനിൽ പോലും പൊട്ടിച്ചിട്ടുണ്ട്. പങ്കെടുത്തു. അപ്പൊ അടുത്ത പരിപാടി എനിക്ക് ഒത്തു. അപ്പൊ ഞാൻ അശയുടെ പങ്കെടുത്ത പോലെയൊക്കെ യൂണിവേഴ്സിറ്റിയിൽ ഞാനും പങ്കെടുക്കുമായിരുന്നു. അങ്ങനെ മിമിക്രിയുടെ ഒക്കെ ഭാഗമായിട്ടാണ് മിമിക്രി ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ചെയ്തുകൊണ്ടിരുന്നത് കൂടുതലും ഗായികമാരുടെ ഇമിറ്റേഷൻ ആയിരുന്നു. അത് ട്രൈ ചെയ്യാം. നീല പൊങ്കലായേലാ പാടും നീ ഓ ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ട്. ഭയങ്കര തണുപ്പായിരുന്നോ സെറ്റില്, ഇത്ര തണുപ്പായിരുന്നോ, മിസ്റ്റേക്ക് ഇങ്ങനെ അടുത്തൊരു മാറിപ്പോന്നൊക്കെ പറയാം. മഴയും പിന്നെ നമ്മള് കഥാപാത്രമായിട്ട് നിൽക്കുകയാണല്ലോ, അപ്പൊ നമുക്ക് പാട്ടൊന്നും ആ സമയത്തൊന്നും വരില്ല. പറഞ്ഞത് നിന്ന് കറക്റ്റ് ആയിരിക്കും. അത് കറക്റ്റാ. പുസ്തകത്തിന്റെ റിലീസിനൊക്കെ ശേഷം മറ്റൊരു പെർസ്പെക്റ്റീവിലൊക്കെ ആൾക്കാർ കാണുന്നുണ്ട്, ഭയങ്കര സീരിയസ് ആയിട്ട് കാണുന്നുണ്ടോ? അല്ലെങ്കിൽ ആവശ്യമില്ലാത്തൊരു സഹതാപം അങ്ങനെ ഉണ്ടോ? സഹതാപമൊന്നുമല്ല, എനിക്ക് കാണുന്നപ്പോ അത് ഉപദ്രവമാണ് ചെയ്തെന്നുള്ളൊരു സംശയമുണ്ട് എനിക്ക്. ഇത്ര ബുദ്ധിയുള്ളവർ വേണ്ടെന്ന് ഞാൻ ബുദ്ധി ഉണ്ടായിട്ടല്ല, അവരങ്ങനെ പറയുന്നു. പുസ്തകമൊക്കെ എഴുതിയോണ്ട് അങ്ങനെ ഒരു ഉപദ്രവം എനിക്ക് അറിഞ്ഞൂടാ. ഞാനങ്ങനെ അതിനെടുക്കുന്നില്ല, കാരണം ഞാൻ എഴുത്തുകാരിയല്ല, ഞാൻ എൻ്റെ ജീവിതമാണ് എഴുതിയത്. അപ്പം അതിന് എൻ്റെ അനുഭവം പറഞ്ഞാൽ മതിയല്ലോ, അതിന് പ്രത്യേക ക്രാഫ്റ്റോ സ്കില്ലോ വേണമെന്നില്ല.
ഭാഷ എഴുതാനുള്ള ഭാഷ അറിഞ്ഞാൽ മതി. അപ്പോൾ അതുകൊണ്ട് സിനിമക്കാരത് എങ്ങനെ കാണണമെന്നുള്ളത് എനിക്കറിയില്ല. ട്രെയിനിലും അല്ലെങ്കിൽ മെട്രോയിലൊക്കെ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ ആളുകൾ വന്നിട്ട് അതൊക്കെ ഉണ്ട്, അത് അല്ലെങ്കിൽ ഉണ്ടായിരുന്നു. പുസ്തകം വന്നതോടുകൂടി എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി അധികം വായനക്കാർ കുറച്ച് റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു കൂടുതൽ സ്ത്രീകൾ ഇൻ്റർവ്യൂ ഒക്കെ കേട്ടതിന് ശേഷം ഒരുപാട് സ്ത്രീകൾ വന്ന് പരിചയപ്പെടുന്നുണ്ട്. ഇൻ്റർവ്യൂ കേട്ട് ഒരു പുസ്തകം അതിൻ്റെ ഭാഗമായിട്ട് വായിച്ചവരും. അപ്പം ഇന്നലെ വരെ ഞാൻ ബസ്സിലൊക്കെ, ഞാൻ സാധാരണ എൻ്റെ ജീവിതത്തിന് തന്നെ വലിയ മാറ്റമൊന്നുമില്ല, ബസ്സൊക്കെ പിടിച്ച് പോകുന്നത്. അപ്പോൾ ഒരു സ്ത്രീ പെട്ടെന്ന് തിരിച്ചറിയാൻ അവർ ഇതിനെ കൈയൊക്കെ തന്ന് ഞാൻ ചേച്ചീനെ വായിച്ചിട്ടുണ്ട്, ഇൻ്റർവ്യൂ കേട്ടിട്ടുണ്ട്, കാണണമെന്ന് ആഗ്രഹിച്ച ഒരാളാണെന്നൊക്കെ. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് സത്യത്തിൽ. നമുക്കതിൽ സ്ട്രെസ് ആവേണ്ട കാര്യമില്ലല്ലോ, രസമല്ലേ അത്. ഇപ്പം ഈ അങ്കമാലി ആദ്യ ചിരി ഉണ്ടാവുന്നത് ജോളി ചേച്ചിയുടെ ഭാഗത്തു നിന്നാണ്. ഫസ്റ്റ് ചിരി, അതായത് ഫസ്റ്റത്തെ എപ്പിസോഡിന് ശേഷം, അങ്കമാലിയുടെ ടൈറ്റിലിന് ശേഷം, അതിന് മുമ്പ് ചിരി ഉണ്ടായില്ല എന്നല്ല, അതായത് എന്ത് വെച്ചിട്ട് കുറുക്കിണ്ടെന്ന് പറയുന്നിടത്ത് അത് ലിജോന്റെ സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്നതാണോ അതോ ജോളി ചേച്ചിയുടെ കൈ നിട്ടാണോ? അല്ല, ഡയലോഗ് സ്ക്രിപ്റ്റിലുള്ളത് തന്നെയാണ്. അന്ന് ആദ്യത്തെ പടം എങ്ങനെയാ അന്ന് കൈ നിടുക എന്നുള്ളതൊന്നും ആലോചിക്കാനേ പറ്റില്ല. അത്രേ ഉള്ളൂ, അത് സ്ക്രിപ്റ്റഡ് ആണ് അതൊക്കെ. പിന്നെ നമ്മുടെ എനിക്ക് കുറച്ചുകൂടി ഈസി എന്ന് വെച്ചാൽ തൃശ്ശൂർക്കാരി ആയതുകൊണ്ട് ആ സ്ലാങ് പെട്ടെന്ന് വഴങ്ങും. അത് പറയാനൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല. നമ്മളെ അമ്മമാരൊക്കെ അങ്ങനെയൊക്കെ തന്നെയല്ലേ പറയാ. അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു വലിയ സ്ട്രെയിൻ വന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പം അത് നേരെ മറിച്ച് തുടക്കം തന്നെ ആദ്യത്തെ പടം തന്നെ തിരുവനന്തപുരം ഭാഷയാണ് പിടിക്കേണ്ടതെന്നുണ്ടെങ്കിലൊക്കെ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നേനെ. ഇംപ്രൂവൈസേഷനൊക്കെ ഇപ്പോഴൊക്കെ ശ്രമിക്കാറുണ്ടോ? ഈ ഡയലോഗ് ഇങ്ങനെ മുറിച്ച് പറയാം, അല്ലെങ്കിൽ ഈ ഡയലോഗ് ഇംപ്രൂവൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് എനിക്ക് സ്ട്രെയിൻ തോന്നുന്നത് നമ്മളുടേതല്ലാത്തൊരു ലാംഗ്വേജ്, അതായത് എക്സ്ട്രീമിൽ ഇപ്പോൾ കണ്ണൂർ ഭാഷ പറയേണ്ടി വരുന്നു. അപ്പോൾ അത് നമ്മൾ ശരിക്കും പഠിച്ചാൽ അവിടെയുള്ള നാട്ടുകാരായിട്ടുള്ള ആരോടെങ്കിലും ഞാൻ ചോദിക്കും, നിങ്ങളിതെങ്ങനെയാണ് പറയുക എന്ന്. അങ്ങനെ ഭാഷ അത് മനസ്സിലാക്കിയിട്ടൊക്കെ അത് പറയേണ്ടി വരും. അപ്പോൾ ഇംപ്രൂവൈസ് ചെയ്യും, അതല്ലാതെ പറ്റില്ല. അല്ല, എല്ലാത്തിനും പ്രാക്ടീസ് വേണം. നമുക്ക് അങ്ങനെ അഭിനയിക്കാന്ന് പറയുന്നത് ഈസി അല്ല സത്യത്തില്, ഒട്ടും ഈസി അല്ല. നല്ലപോലെ നമ്മൾ അതിന് മാത്രമല്ല, നമ്മളെ ഇപ്പൊ ജോളി എന്ന് പറഞ്ഞ ഒരു വ്യക്തി രൂപപ്പെടുന്ന ഒരു പരിസരമുണ്ട്, നമ്മളതിൽ സ്റ്റക്കായി നിൽക്കായിരിക്കും. പക്ഷെ നമുക്ക് തരുന്ന കഥാപാത്രത്തിന്റെ ഈ പറഞ്ഞതുപോലെ തന്നെ അവരെ പശ്ചാത്തലം കൂടെ നോക്കണം. അപ്പം അതിലേക്ക് ശരീരഭാഷയും കൂടെ മാറണം. ഇപ്പോൾ അശോകേട്ടനെ പോലെയുള്ള ഒരാളുടെയൊക്കെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അതാണ്. അവര് കഥാപാത്രം വെറും ലാംഗ്വേജിലല്ലല്ലോ, അല്ല അവരെ ബോഡി ലാംഗ്വേജും എല്ലാ മാനറിസങ്ങളും. ഞാൻ തന്നെ ഞങ്ങൾക്ക് അഭിനയിച്ചത് വേറൊരു പടം വരാനുണ്ട്, അതെന്ന് പറഞ്ഞാൽ അതിൽ ഭയങ്കര റിജിഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഭയങ്കര ഇതാണ്, ദേഷ്യക്കാരനാണ് ഭയങ്കര. പക്ഷെ നേരെ മറിച്ച് ഇതിൽ കാണുമ്പോൾ അങ്ങനെയല്ല. അപ്പൊ അതിനകത്ത് ആ ബോഡി ലാംഗ്വേജ് തന്നെ നമുക്ക് ഭയങ്കര സങ്കടം വരും. ആള് ഒന്നും ഡെലിവർ ചെയ്യണ്ട, ആ അപ്പിയറൻസ് ഇറ്റ്സെൽഫ് തന്നെ നമുക്കൊരു ഇമോഷൻ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. കോമ്പിനേഷൻ ഉണ്ട്. കരിയർ ബെസ്റ്റ് ആയിട്ടുള്ള സിനിമയാണ് ആകാശം എന്ന് പറയുന്നത്. ഇപ്പോഴും ആളുകൾ ശ്രദ്ധിച്ചിട്ടില്ല, ടി വി വരുന്നിട്ടാണ് ആളുകൾ കണ്ടിട്ടുള്ളത്. അതൊരു ഗംഭീര സിനിമ. നമ്മള് അത് ഇറങ്ങുന്ന സമയത്തല്ല അത് ഇറങ്ങിയത്. അതെ അതെ അതെ, പപ്പൻ പ്രിയപ്പെട്ട പപ്പൻ തന്നെ പടം കണ്ടിട്ടുണ്ടോ? അത് അപ്പം ഇറങ്ങണ്ട. ഫാന്റസി ഒന്നും അറിയില്ല ആൾക്കാർക്ക് എന്താണ്. നേരത്തെ കൊണ്ട് ഇറക്കിയപ്പോൾ ആൾക്കാർക്ക് മനസ്സിലായി. ഇപ്പൊ ഇറങ്ങിയ കുഴപ്പമില്ലായിരുന്നു. ആൽബത്തിന്റെ കഥകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അന്ന് സമയം മാറി ഇറങ്ങുന്ന പോലെ. ആകാശം ഞാൻ കോമഡി ചെയ്തിരിക്കുന്ന സമയത്ത് ഒരു സീരിയസ് ക്യാരക്ടർ ചെയ്യണത്. അങ്ങനെ ഇവനെന്താ സീരിയസ് ക്യാരക്ടർ ചെയ്യാൻ നല്ല സബ്ജക്റ്റ് ആയിരുന്നത്. നേരത്തെ പ്രാക്ടീസിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇത് അശോകൻ ചേട്ടനല്ല, അശോകൻ ചേട്ടൻ ചുറ്റുള്ള ആളുകളാണ് ഉത്തരം പറയേണ്ടത്. എന്നാൽ പോലും ഇപ്പൊ അനിയത്തി പ്രാവിനൊക്കെ വേണ്ടിയിട്ട് ഒരു ബൈക്ക് ഓടിക്കാൻ അറിയാതിരുന്ന അത്രയും പ്രാക്ടീസ് ഇല്ലാത്ത അശോകൻ ചേട്ടൻ 8 ദിവസം കൂട്ടുകാരനെ വെച്ച് ബൈക്ക് ഓടിച്ചിട്ടാണ് ശാലിനി ചേച്ചിനെ വെച്ചിട്ട് ഫസ്റ്റ് ഷോട്ടിൽ ബൈക്ക് ഓടിക്കുന്നത്. അത്രയും പ്രാക്ടീസ്. ഇപ്പോഴും ആ ഫയർ ഉണ്ടോ? ഇപ്പൊ അറിയാത്ത ഒരു കാര്യമാണ് ചെയ്യുന്നത്. അല്ല, ഇപ്പോഴും എനിക്ക് ബൈക്ക് ഓടിക്കാൻ അറിയില്ല, കാർ ഓടിക്കാൻ അറിയില്ല, നീന്താൻ അറിയില്ല. എല്ലാം ഞാൻ ചെയ്യാൻ വേണ്ടി അണ്ടർ വാട്ടർ ഷൂട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. ഒരു വള്ളം കുത്തുന്ന ആളാണ്, സെൻട്രൽ ക്യാരക്ടറാണ്. അതിനകത്ത് അണ്ടർ വാട്ടർ കുറെ ഷോട്ട് ഉണ്ട്. 7 പേരെ ഞാൻ കൊല്ലുന്നുണ്ടെങ്കിൽ അതിൽ വലിയ ഒരാളെ വെള്ളത്തിന്റെ ഡീട്ട കൊല്ലണം. ഞാൻ നീന്തൽ പഠിക്കണം, ഞാൻ പഠിക്കും. അത്രേ നമ്മൾ എന്തിനും ചെയ്യാറാണ്. എനിക്കിപ്പോ കൊതി വേറൊന്നല്ല, എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഒരു തമാശ പടം ആരെങ്കിലും സങ്കടം തോന്നുന്നു. രാത്രി കിടക്കാൻ നേരത്തെ രാവിലെ എണീക്കുമ്പോൾ പ്രാർത്ഥിക്കേണ്ടത് തമാശ പടം. ഈ പ്രേമലു പോലത്തെ തമാശ സിനിമകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി പടം. നല്ല മേക്കിംഗ് അതിന്റെ. ഭയങ്കര തമാശ അല്ലെങ്കിൽ നമ്മൾ ചിരിച്ചു പോകും. ഭയങ്കര ട്രാക്കിംഗ്, ഉഗ്ര സീൻ ഓർഡറാ അതിന്റെ. നല്ല സീൻ ഓർഡറാ.
ആളുകൾ പറയുന്നുണ്ടായിരുന്നു അതിൽ അവർ രണ്ടുപേരും ക്യാരക്ടറൈസേഷൻ അല്ലെങ്കിൽ അവരുടെ ഇതിനൊക്കെ ഒരു ദിലീപ് ഹരീഷ് അശോകൻ സാമ്യം എവിടെയൊക്കെ ഉണ്ട് എന്നുള്ളത് അങ്ങനെ ശ്രദ്ധിച്ചിരുന്നു? അങ്ങനെയൊന്നും തോന്നിയില്ല എനിക്ക്. അതുങ്ങൾ ചെയ്ത അതിലെ ആക്ടേഴ്സുകൾ എല്ലാവരും ഗംഭീരമാണ്, എല്ലാവരും അതേ ക്യാരക്ടറായിട്ട് തന്നെ വന്നത് എല്ലാവരും. GK ഇല്ലേ ഒരാള്, അതെ 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 ഭയങ്കര സീരിയസ് കോമഡിയാ പുള്ളി, ഭയങ്കര സീരിയസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അന്ന് തമാശ എഴുതിയ ആളുകളുണ്ടല്ലോ, റഫി മെക്കാട്ടിനുണ്ട്, ബെന്നി പി നായരമ്പലമുണ്ട്, ഒരുപാട് പേരുണ്ട്. അവർക്ക് ഇപ്പോഴും കാണുമ്പോൾ ഒരു തമാശ സിനിമ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ടോ? പറയാൻ പറ്റില്ല, നടക്കുന്നുണ്ട്. നടക്കുന്നുണ്ട് അണിയറയില്, ഒന്നും പറയാൻ പറ്റില്ല. സിനിമയുടെ ടൈറ്റില് റിവീൽ ചെയ്യുന്നത് മലയാളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂക്കയാണ്. അപ്പം അദ്ദേഹവുമായിട്ടും ഒരു ട്രാവൽ ഉണ്ടല്ലോ ലുക്മാന്. ഇപ്പൊ അദ്ദേഹത്തിന്റെ ചോയ്സസിനെ പറ്റിയിട്ടൊക്കെ ആളുകൾ സംസാരിക്കുന്നു. ജോൺ ബ്രിട്ടാസിന്റെ അദ്ദേഹത്തിന്റെ ഏറ്റവും റീസെന്റ് ആയ ഇന്റർവ്യൂല് അദ്ദേഹത്തിന്റെ പുതിയൊരു ക്യാരക്ടറിനെ പറ്റി പറയുന്നത്, 5-6 സ്ത്രീകളെ കൊല്ലുന്ന റേപ്പിസ്റ്റ് ആയിട്ടുള്ള സൈനഡ് കൊടുത്ത് കൊല്ലുന്ന ക്യാരക്ടറായിട്ടാണ്, പ്രതിനായകനായിട്ടാണ് ശ്രീ മമ്മൂട്ടി വരുന്നത്. നായകൻ വിനായകനുമാണ്. അപ്പം നമ്മുടെ ഒരു തലതൊട്ടപ്പനെ പോലെ ഒരു മനുഷ്യൻ ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് എടുത്ത് ജഗിൾ ചെയ്യണത് യങ് ആയിട്ടുള്ള ആക്ടേഴ്സ് എന്നുള്ള നിങ്ങൾക്ക് ഒരു ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരിക്കുമല്ലോ. ഇൻസ്പിറേഷനാണ്. ഇത് എന്താ കാണിക്കുന്നത്? പക്ഷെ നമ്മളും അതേ ഫീൽഡിൽ അതേ ജോലി തന്നെയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പക്ഷേ ഇൻസ്പിറേഷനാണ്. പിന്നെ ഒപ്പം തന്നെ നമുക്കും കുറേ ചലഞ്ചിങ് പരിപാടിയൊക്കെ ഉണ്ട്. മമ്മൂക്ക ഇത്രയൊക്കെ തെളിയിച്ച് ഇനിയിപ്പോൾ എന്താ നമുക്ക് കാണിക്കാനുള്ളത്? അങ്ങനെയുള്ള ഒരാൾ ഇപ്പോഴും എന്ത് ചെയ്യാൻ പറ്റും പുതിയതെന്ത് ചെയ്യാൻ പറ്റും എന്ന് ആലോചിക്കുമ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന പണിയൊന്നും പോരാ, നമ്മൾ ഇനിയും പണിയെടുക്കാണ്ട് എന്നുള്ളത് തന്നെയാണ് എനിക്ക് പേഴ്സണലി തോന്നാറ്. നമ്മളെന്താ നോക്കി നിൽക്കുന്നത്, വേറെ പരിപാടികൾ പിടിച്ച് പണിയെടുക്കണം എന്നുള്ള. അപ്പോൾ മമ്മൂക്കാൻ എപ്പോഴും നമുക്ക് ചെറുപ്പം, ഞാൻ സിനിമ വരുന്നതിൻ്റെ മുന്നേ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഫ്ലെക്സ് വെക്കാനും മമ്മൂട്ടി ഫാൻസും അങ്ങനെയൊക്കെ ആയിട്ട് പോയിരുന്ന. അപ്പോൾ പിന്നെ മമ്മൂക്കാടെ അഭിനയിക്കാൻ പറ്റുന്നു. പിന്നെ ഉണ്ട എന്ന സിനിമയാണ് ശരിക്കും മമ്മൂക്കാനായിട്ട് ഏറ്റവും എടുക്കാൻ പറ്റിയത്. ഒരു 45 ദിവസത്തോളം ഞങ്ങൾ മാറി ഒരു സ്ഥലത്ത്, വേറെ പുറത്തുനിന്ന് ആരും വരില്ല. അപ്പോൾ നമുക്ക് ഭയങ്കര ഫ്രീ ആയിരുന്നു. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കും, ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കും, കുറേ സംസാരിക്കും സിനിമയെ കുറിച്ചും ആക്ടിങ്ങിനെ കുറിച്ചും ആക്ടേഴ്സിനെ കുറിച്ചും. അത് ഭയങ്കര ഗുണം ചെയ്തു. ഞാൻ ഇപ്പോൾ ഈ അടുത്തും നമുക്ക് ലൊക്കേഷനിൽ പോയി കാണും, കാരവണി കയറി സംസാരിക്കും. അതൊരു സ്വപ്നം പോലെയാണ് ആക്ച്വലി. എന്നിട്ട് ഞാൻ ഇടയ്ക്ക് ആലോചിക്കുന്നത് ഞാനിപ്പോൾ മമ്മൂക്കയുടെ വണ്ടിയുടെ പുറകെ ഓടിയിട്ടുണ്ട് കാണാൻ, കോണ്ടത്തിന്റെ പുറകെ കുറെ ഓടിയിട്ടുണ്ട് മമ്മൂക്കനെ കാണാൻ വേണ്ടി. മമ്മൂക്കയുടെ വണ്ടി പോകണമെന്ന് പറഞ്ഞാൽ ഒരു ഇത് ഡിഷൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ പുറകിൽ, കോണ്ടത്തിന്റെ പുറകിൽ. ആ വണ്ടി മമ്മൂക്കൊക്കെ മാത്രമേ കോണ്ടസാ നേരെ ഓടി പുറകിൽ പോയിട്ട് ഇങ്ങനെ കണ്ടിട്ട് അങ്ങോട്ട് ഒക്കെ കിട്ടിയാൽ ഭയങ്കര ഭാഗ്യമായിരിക്കും, എനിക്ക് കാണാൻ പറ്റും. അതൊരു അത്ഭുതമാണ്. അല്ല പിന്നീട് നമ്മളെ ഞാൻ പറഞ്ഞു വന്നത്, പിന്നീട് മമ്മൂക്കയുടെ കൂടെ അഭിനയിച്ചു എന്ന് പറയുമ്പോൾ കിട്ടുന്നത് അത്ഭുതമല്ലേ, നമ്മള് എങ്ങനെ സാധിച്ചു അശോകൻ ചേട്ടൻ തന്നെയായിരുന്നു സഹയാത്രികൻ മമ്മൂക്കയുടെ എല്ലാ സിനിമകളിലും. അശോകൻ ചേട്ടനായിരുന്നു സഹയാത്രികൻ, മമ്മൂക്കയുടെ പടത്തെ അശോകൻ ചേട്ടൻ ഉണ്ടാവും. ഞാന് ഫസ്റ്റ് അതിലാണ് ആദ്യം അഭിനയിച്ചത്. അതില് പോലീസുകാരനാ, അതില് ആകാശം തന്നെ പടത്തിൽ താടി പഠിച്ചിട്ട് സീനുണ്ട്, താടി പഠിക്കാതെ. അത് കഴിഞ്ഞിട്ട് ചെയ്യാൻ പറ്റും. അല്ല സോറി, കുസൃതി അനിൽ ബാബുവിന്റെ. അവിടുന്ന് സോങ് ബാലൻസ് ഉണ്ട്, ആ സോങ് എടുക്കണം. ഞാൻ ഇതിൽ ഉദയ സ്റ്റുഡിയോയിൽ വന്നപ്പോൾ പറഞ്ഞ് മമ്മൂക്കയും കുറെ കൂട്ടുകാർ ഇരിപ്പുണ്ടാകും മുറ്റത്ത്. എന്നെ കണ്ടപ്പോൾ എല്ലാവരും എഴുന്നേറ്റ്. ഞാൻ അവിടെ നിന്ന് കയ്യിൽ നിന്ന് പോയി. എൻ്റെ ഇരിക്കി എന്ന് പറഞ്ഞിട്ട് ഞാൻ മമ്മൂക്ക ഇരിക്കി ഇരുന്ന്. താടിയാ പഠിക്കുന്നില്ല, മുടിയെങ്കിലും കുറച്ചുകൂടിയാ, പോലീസുകാരനാണ് കൊടുക്കണ്ടില്ല. പിന്നെ ഭയങ്കര ഞാൻ ആ ചെറുപ്പൺ സ്റ്റുഡിയോയിൽ നിന്ന് എറണാകുളത്തേക്ക് ഷിഫ്റ്റ് ചെയ്യണ വടികർ എന്ന് പറയും, വണ്ടി ഫ്രണ്ടിൽ കയറ്റിയിരിക്കും. ഒരു ഡയലോഗ്, ചെറിയ ഡയലോഗ് എറണാകുളം വരെ എത്ര മോഡുലേഷൻ നമുക്ക് പറഞ്ഞെന്നറിയാം. നീ ഇന്ന് പോകണ്ട, ഞാൻ നാളെ എത്തിക്കൊള്ളാം, എന്നിട്ട് അത് കഴിഞ്ഞ് ഞാൻ ഒന്ന് തിരിച്ചു പറയാം. ഇങ്ങനെ ഒരു ഡയലോഗാണ്. അത് എത്ര ടൈപ്പ്, എത്ര മോഡുലേഷൻ എന്നാ പറഞ്ഞത്. ഇതിങ്ങനെ പറയാം, ഇതിങ്ങനെ പറയാം, ഇതിങ്ങനെ എറണാകുളം വരെ പറഞ്ഞു എൻ്റെ മോഡുലേഷൻ, പല ടൈപ്പ്. ഭയങ്കര ഗിഫ്റ്റ് അല്ലേ അതൊക്കെ. സമയപരിമിതി ഉണ്ട്. എന്തായാലും സിനിമ ഈ പറഞ്ഞ പോലെ ആ ഒരു സ്പേസ് ഉള്ള സിനിമയുണ്ടല്ലോ, ഒരു സ്ഥലം, അവിടെ ഒരു തർക്കം അല്ലെങ്കിൽ അവിടെ ഒരു പ്രശ്നം, അതിനൊരു ക്ലൈമാക്സ്, അതെല്ലാം ഉണ്ട്. അതെ അതെ, ഒരു ഫാമിലിയാണിത്, ഫാമിലി സബ്ജക്റ്റാണ്. റൊമാൻസ് ഉണ്ട്, ത്രില്ലിംഗും ആണ് ഒരേ സമയം. പിന്നെ ഈ സണ്ണി വെയിൽ എന്നുള്ള പെർഫോമറും കൂടി ഉണ്ടല്ലോ, അപ്പോൾ അദ്ദേഹത്തിന് കൊടുക്കുന്ന ഒരു ഇൻപുട്ട് ഉണ്ട്. ഡെഫിനറ്റ്ലി സിനിമ ആളുകൾക്ക് ഇഷ്ടാവട്ടെ. അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു സാധാരണക്കാരനൊരു നിയമസംഹിതയിൽ വിശ്വാസം അർപ്പിച്ചാൽ അതിനൊരു ഉത്തരം കിട്ടും, അതിനൊരു നീതി കിട്ടും എന്നുള്ളതിന്റെ തെളിവും കൂടിയായി മാറുന്നുണ്ട് ഹരീഷ് അശോകൻ. അദ്ദേഹം നടത്തിയ നിയമ പോരാട്ടം അത് വലിയ രീതിയിൽ ഇൻസ്പയറിംഗ് ആണ് സാധാരണ മനുഷ്യന്മാർക്ക്.
അത് അതിന് congratulations. Yes, സ്റ്റൈലിന്റെ അയ്യോ, അന്ന് പറഞ്ഞ വിഷയം. അത് 6 വർഷമായിട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്നത് 6 വർഷം ഞാൻ വെയിറ്റ് ചെയ്തതിന് വേണ്ടി. കാരണം ആ വിധി നമുക്ക് അനുകൂലമായിട്ട് വന്നു. പക്ഷെ അവർ അപ്പീൽ പോയി, അത് സ്വാഭാവികമാണ്. പക്ഷെ അത് എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായൊരു കാര്യം. കാരണം ഇനിയുള്ള കുറേ പേര് ഇതിന്റെ പുറകെ പോകണം. പ്രശ്നങ്ങളുണ്ടെങ്കിൽ നേരെ അത് കോടതി പോകണം. 4 പേരുടെയും നേരത്തിന് ഒരുപാട് നന്ദി. സിനിമകളൊക്കെ വലിയ വിജയമാവട്ടെ. ഓക്കെ, താങ്ക് യു.